എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. LPG കണക്ഷനുള്ള ഉപഭോക്താക്കളെല്ലാം മസ്റ്ററിംഗ് എന്ന KYC ചെയ്തിരിക്കണം എന്നുള്ളത് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് KYC നിർബന്ധമാണ്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP തുടങ്ങിയ കമ്പനികളുടെ KYC മസ്റ്ററിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഈ 3 കമ്പനികളുടെയും KYC ചെയ്യുന്ന വീഡിയോയുടെ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലുമായി കൊടുത്തിരിക്കാം. മാത്രവുമല്ല, ഇതിലേത് വീഡിയോ ഓപ്പൺ ചെയ്താലും ആ വീഡിയോകളുടെയൊക്കെ ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലും അതുപോലെ തന്നെ ആ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുമായിട്ട് ഈ 3 കമ്പനികളുടെയും KYC മസ്റ്ററിംഗ് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് LPG ഉപഭോക്താവിനെ മാറ്റുന്നത് അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ, എന്തൊക്കെ രേഖകൾ ഇതിന് ആവശ്യമായിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് എങ്ങനെ KYC ചെയ്യാം, കൂടാതെ KYC ചെയ്തോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. LPG ഉപഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് സ്കാനിങ്ങിലൂടെ മസ്റ്ററിംഗ് അല്ലെങ്കിൽ KYC ചെയ്യുന്നത്. LPG ബയോമെട്രിക് മസ്റ്ററിംഗ് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതിലൊന്ന് വിരലടയാളം സ്കാൻ ചെയ്തുള്ള മസ്റ്ററിംഗ് ആണ്. മറ്റൊന്ന് കൃഷ്ണമണിയുടെ ഘടന അല്ലെങ്കിൽ ഐറിസ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ 3 കമ്പനികളുടെയും LPG മസ്റ്ററിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഫേസ് സ്കാനിങ്ങിലൂടെ ഐറിസ് ഡീറ്റെയിൽസ് സ്കാൻ ചെയ്താണ് അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഘടന പരിശോധിച്ചാണ്. അതുകൊണ്ടാണ് ഈ 3 വീഡിയോകളിലും ഫേസ് സ്കാൻ ചെയ്യുമ്പോൾ ഐ ബ്ലിങ്ക് ചെയ്യണം അല്ലെങ്കിൽ കണ്ണ് ചിമ്മണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫേസ് സ്കാനിങ്ങിലൂടെ ബയോമെട്രിക്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ഗ്യാസ് ഏജൻസിയിൽ പോയി വിരലടയാളം പരിശോധിച്ചും LPG KYC മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. നിലവിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയോ മാത്രമേ നമുക്ക് LPG KYC ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വെബ്സൈറ്റ് വഴി നിലവിൽ ചെയ്യുവാനുള്ള സംവിധാനം ആയിട്ടില്ല. ഇനി നമുക്ക് KYC സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. HP ഗ്യാസിൻ്റെ ആണെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ KYC വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും KYC മസ്റ്ററിംഗ് ചെയ്തവർക്ക്. ഇതെങ്ങനെ പരിശോധിക്കാമെന്ന് നേരത്തെ പറഞ്ഞ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാകും. ഇനി ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ KYC സ്റ്റാറ്റസിൽ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് ആയിരിക്കും ഉണ്ടാവുക KYC മസ്റ്ററിംഗ് ചെയ്തവർക്ക്. അതേസമയം BPCLൻ്റെ ഭാരത് ഗ്യാസിന് അവിടെ കൃത്യമായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഓരോന്നിൻ്റെയും വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ BPCLൻ്റെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ഓൺ എന്ന് പറഞ്ഞ് ആ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി LPG ഗുണഭോക്താവിൻ്റെ പേര് മാറ്റുന്നതിന് അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായ രേഖകൾ ഓണർ മരിച്ചതാണെന്നുണ്ടെങ്കിൽ, ഉടമ മരിച്ചതാണെന്നുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. മറ്റുള്ളവർക്ക് കോമണായി വേണ്ടി വരുന്ന രേഖകൾ ഇവയാണ്. ഒന്ന്, ഗ്യാസിൻ്റെ പാസ്ബുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ കണക്ഷൻ എടുക്കുമ്പോൾ ലഭിച്ച ഒറിജിനൽ വൗച്ചർ വേണ്ടി വരും. അതിനുശേഷം ആരുടെ പേരിലേക്കാണോ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം മാറ്റേണ്ടുന്നത് ആ ആളിൻ്റെ ആധാറിൻ്റെയും റേഷൻ കാർഡിൻ്റെയും കോപ്പികൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെയും കോപ്പി ആവശ്യമാണ്. കൂടാതെ ഒരു ഫോട്ടോയും വേണം. റേഷൻ കാർഡിലുള്ള മറ്റംഗങ്ങളുടെ പേരിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റാവുന്നതാണ്. ഇത് ഓൺലൈനായി ചെയ്യാൻ സാധിക്കത്തില്ല. അതാത് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയാണ് ഓണർഷിപ്പ് മാറ്റേണ്ടുന്നത്. ഇനി വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് KYC ചെയ്യുന്നതിന് ഉള്ള ഒരു മാർഗം ഈ രീതിയിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് KYC ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊരു മാർഗം വിദേശ രാജ്യങ്ങളിലിരുന്ന് തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്വന്തമായി ഗ്യാസ് KYC ചെയ്യാം എന്നുള്ളതാണ്. ഇത് പല രാജ്യങ്ങളിലും ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ് ഗ്യാസ് ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. പക്ഷേ നമുക്ക് പല കമൻറ്റുകളും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ഞാൻ ബഹ്റിനിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെയൊരു റിസൾട്ടാണ് വരുന്നത്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും സുഹൃത്തുക്കൾ ഇത് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന് ഒരു പരിഹാരമായി അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് നമ്മളുടെ പ്ലേ സ്റ്റോറിലും മൊബൈൽ സെറ്റിങ്സിലുമൊക്കെ റീജിയൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ടെക്നിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നില്ല. മാത്രവുമല്ല, ഇങ്ങനെ റീജിയൻ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് നിന്നും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന
UPI ആപ്പുകളും ആ രാജ്യത്തെ മറ്റ് മൊബൈൽ ആപ്ലിക്കേഷനുകളും ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല, നാട്ടിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു മൊബൈൽ ഉപയോഗിച്ച് നാട്ടിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഗ്യാസ് ഏജൻസിയിൽ ഓഗസ്റ്റ് 30 എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡേറ്റുകളൊക്കെ നീട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗ്യാസ് ഏജൻസിയിൽ നിന്ന് പറയുന്ന ഡേറ്റുകളൊന്നും ഔദ്യോഗികമല്ല. ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റുകൾ നമുക്കിനി പത്രമാധ്യമങ്ങളിലൂടെ ലഭിക്കും. ഡേറ്റുകൾ നീട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇനി റീജിയൻ മാറ്റി മസ്റ്ററിംഗ് ചെയ്തേ തീരൂ എന്നുള്ളവർക്ക് അങ്ങനെ മാറ്റിയതിന് ശേഷം തിരിച്ച് നിങ്ങളുടെ റീജിയൻ ആക്കുന്ന കാര്യം അറിയാമെങ്കിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന മൊബൈൽ ഷോപ്പിലുള്ള ടെക്നീഷ്യൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും അറിയാത്തവർ റീജിയൻ മാറ്റാൻ പോകാതിരിക്കുക. കാരണം നിങ്ങൾക്ക് നാടുമായി ബന്ധപ്പെടാനും ഒക്കെയുള്ള ഏക മാർഗം മൊബൈലാണ്. ശ്രദ്ധിച്ച് ചെയ്യണം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.